19 സങ്കീർത്തനം 1 നിന്നാണ് ഇന്നത്തെ സന്ദേശം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെ ആരംഭിക്കുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കും. ആകാശം വർണ്ണിക്കുന്നു, ആകാശം വർണ്ണിക്കുന്നു, ആകാശവിധാനം പ്രസിദ്ധമാക്കുന്നു. എന്താണത്? ഞാൻ തനിയെ ഉണ്ടായതല്ല, ഞാൻ ഒരുവൻ്റെ മാസ്റ്റർ പീസാണ്, ഒരുവൻ്റെ കൈയുടെ സാമർഥ്യം വെളിപ്പെടുത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അതാരുടെയാണ്? ദൈവത്തിൻ്റെ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കും. The heavens tell about the glory of God. ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്നവർ പണ്ട് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കുറവായിരുന്നെങ്കിലും വീണ്ടും കൂടി വരുന്നുണ്ട്. നിരീശ്വരവാദം, നിരീശ്വര ചിന്ത ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തഴച്ചു വളരുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ദൈവവിശ്വാസികളുടെ ഇടയിലെ മത്സരങ്ങളും തമ്മിത്തല്ലും കേസും വഴക്കും കൊലയും കൊലവിളിയും കണ്ടും കേട്ടും വളരുന്ന കുട്ടികൾ യൗവനക്കാരാകുമ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു, അവർ പഠിക്കുന്നു, അവർ വീണ്ടും വീണ്ടും പഠിക്കുന്നു. അപ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നിങ്ങൾക്ക് ആകാശത്തിലോട്ട് നോക്കിയിട്ട് പറയാവോ ഇതാരുണ്ടാക്കിയതാണ്? ഇവിടെ കാണുന്ന MBR സ്റ്റേറ്റ് ബിൽഡിങ്ങോ തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് മന്ദിരമോ ഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരമോ തിരുവനന്തപുരത്തെ അസംബ്ലി മന്ദിരമോ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റും. ഈ സ്പേസിൽ പോയി വന്ന മനുഷ്യൻ പറഞ്ഞു കേട്ടോ, അയ്യോ ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുക എന്നാണ് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആകാശം എന്തോ പറയുന്നുണ്ട്, കേൾക്കണം കേട്ടോ. ആകാശത്തെ കേൾക്കണമെന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ആകാശം ദൈവത്തെ വിളിക്കുന്നു, ദൈവത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്, വർണ്ണിക്കുകയാണ്. അത് കേൾക്കാനുള്ള കാത് നമുക്കുണ്ടാകട്ടെ. ആമേൻ.